1992 ബാബറി മസ്ജിദ് പൊളിക്കപ്പെട്ടത്, തകർത്തതാണ്. കോൺഗ്രസ് എന്ത് ചെയ്തു? മൗനമായിരുന്നു. ഇനി UDF അവസ്ഥ എന്താണ്? UDF അവസ്ഥ ഉത്തര കേരളത്തിൽ തല ലീഗാണ്, കോൺഗ്രസ് വാലാണ്. ദക്ഷിണ കേരളത്തിൽ വരുമ്പോഴോ തല കോൺഗ്രസ് ആണ്, വാലായ ലീഗുണ്ടോ? ഇല്ല. KL കുമാർ, ഇപ്പോൾ അങ്ങനെ ഇവിടെ ഒരു ഹിന്ദു വർഗീയത വരുന്നു എന്ന് നായനാർ ഞെട്ടിയ കഥ പറയുകയാണ് ഇവിടെ ജേക്കബ് ജോർജ്. പക്ഷെ അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് VD സതീശനൊക്കെ പറയുന്നത് പോലെ 10-30 വർഷക്കാലം ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടിയിരുന്നില്ലേ ഇടത് സംഘടനകൾ? വോട്ടുമായി ബന്ധപ്പെട്ട് എത്ര ചർച്ചകൾ നടന്നു? ഇപ്പോൾ മുഖ്യമന്ത്രി സംസ്ഥാന സമിതി ഓഫീസിൽ വന്ന് ചർച്ച ചെയ്ത ഒരൊറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, മറ്റ് ചർച്ചകളും നടന്നിട്ടുണ്ട്. വോട്ടുമായി ബന്ധപ്പെട്ട് വോട്ട് ചോദിച്ചു, ഞങ്ങൾ വോട്ട് കൊടുത്തു എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ മറുപടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ വർഗീയ പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ വെൽഫെയർ പാർട്ടി UDF അനുകൂലമായി വോട്ട് നൽകും എന്ന പ്രഖ്യാപനം ഉണ്ടായപ്പോൾ മാത്രമാണോ വർഗീയത ഒരു വലിയ വിഷയമായി CPM തോന്നിയത്? തുടങ്ങി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ്. അല്ല, കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കേരളത്തെ വർഗീയമായി പങ്കിടാനാണ് UDFും BJPയും ശ്രമിച്ചത്. കേരളത്തിലെ BJP അജണ്ട എന്ന് പറയുന്നത് എന്താണ്? കടുത്ത മുസ്ലിം വിരോധം. അതിപ്പോൾ തുടങ്ങിയതല്ല. അമിത്ഷാ ഒരു 10 കൊല്ലം മുമ്പാണ് കേരളത്തിൽ വന്നിട്ട് ചുവപ്പ് ജിഹാദി ഭീകരത, ചുവപ്പെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ജിഹാദി എന്ന് പറഞ്ഞാൽ ഇസ്ലാം, ഇത് അമിത്ഷയുടെ മുദ്രാവാക്യമായിട്ട് 10 കൊല്ലമായി. ഇതിൻ്റെ ഭാഗമായി RSS എന്ത് ചെയ്തു? പള്ളികൾ കേന്ദ്രീകരിച്ച് ഒരു വിഭാഗത്തെ ഉയർത്താൻ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായി രൂപം കൊണ്ടൊരു സംഘടനയുടെ പേരാണ് കാസ. അവർ കടുത്ത വർഗീയതയാണ്, മുസ്ലിം വിരോധമാണ്. ഈ മുസ്ലിം വിരോധം എന്ന് പറയുന്നതിന് ഒരു ആഗോള തലമുണ്ട്. ഇതിൻ്റെ ഭാഗമായി രൂപപ്പെടുന്നൊരാശയം. മറുഭാഗത്ത് എന്താണ്? ആലപ്പുഴ നമ്മളൊരു മുദ്രാവാക്യം കിട്ടും, കുന്തിരിക്കം കരുതിക്കൂ, അവലും പലരും കരുതിക്കൂ, നിങ്ങളുടെ കാലന്മാർ വരുന്നുണ്ട്. ആരാ വിളിച്ചത്? SDPA. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? കുന്തിരിക്കം കരുതിക്കൂടെന്ന് പറഞ്ഞാൽ RSS വിളിക്കുന്ന മുദ്രാവാക്യമാണത്. ചുവപ്പ് ജിഹാദി ഭീകരത, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനിക്കും എതിരാണ് ഇസ്ലാം എന്ന ആശയമാണ് SDPയുടെ മുദ്രാവാക്യം. കുന്തിരിക്കം കരുതിക്കോ, അപ്പോൾ ആരാണ് എതിരാളി? ക്രിസ്ത്യാനി. പിന്നെ അവലും വല്ലതും കരുതിക്കോ, അന്ത്യകർമ്മം വേണ്ടേ, ആരാ എതിരാളി? ഇത് ആലപ്പുഴ വിളിച്ച മുദ്രാവാക്യത്തിന് ആ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് അവരുടെ പേര് കേസെടുത്ത് ജയിലിലടച്ചു. അപ്പോൾ SDPക്കാർ പറഞ്ഞു സംഘി വിജയൻ. RSS SDPയും കൂടെ മിനിറ്റ് വെച്ച് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്ത പോലെ കൊലപാതക പരമ്പര നടത്തി, വർഗീയ കലാപം ഉണ്ടാക്കാൻ നോക്കി. കേരള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരള പോലീസ് തടഞ്ഞു. പാലക്കാട് ജില്ലയിലും ഇതുപോലെ മൂത്താന്തറ വരെ പോയി കൊലപാതകം. എന്തായി അവസാനം? ഇത് ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ പരസ്പരം ഭീകരവാദികളായി RSSും അതുപോലെ തന്നെ SDPയും അതിൻ്റെ കൂടെ നിൽക്കുന്ന കൂട്ടരും പൊരുതിക്കൊണ്ടിരിക്കുന്നു. മാറാടുകളുടെ ആവർത്തനത്തിന് ശ്രമിക്കുന്നു. ഞങ്ങളെന്ത് ചെയ്തു? ഞങ്ങളുടെ അവകാശവാദം, ഞങ്ങൾ ഒന്നാമതായി തീരുമാനിച്ചിട്ടുള്ളത് ഒരു വർഗീയ ശക്തിയുമായും സന്ധി പാടില്ല. അതിൻ്റെ ഭാഗമായിട്ടോ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടോ RSSുമായിട്ടോ ഒരു കൂട്ടുകെട്ടിനും ഞങ്ങളില്ല. 2, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു സമുദായ പാർട്ടിയാണ്, വർഗീയ പാർട്ടിയായി ഞങ്ങൾ കണ്ടിരുന്നില്ല. പക്ഷേ ഇപ്പം എന്താ പ്രശ്നം? മുസ്ലിം ലീഗിന് സ്വന്തം നിലനിൽപ്പ് പോയി. അവരുടെ കാലല്ല പോയത്, തലയാണ് പോയത്. നിങ്ങൾക്ക് കാല് പോയെന്ന് പറഞ്ഞാൽ പിന്നെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയാം. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ തലച്ചോറെന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയായി. അതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചു, മുസ്ലിം ലീഗ് ഉൽപ്പാദിപ്പിക്കുന്ന ആശയങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദമായി. അതാണ് VD സതീശനിലേക്ക് പകർന്നു. എന്നിട്ട് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രീയം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു. അപ്പം മതരാഷ്ട്രീയം കൈയാളുന്ന RSS, മതരാഷ്ട്രീയം കൈയാളുന്ന BJP, ഇപ്പുറത്ത് വേറൊരു കൂട്ടരുണ്ടല്ലോ, അവരെന്താ സംവിധാനം? കാസയുടെ പേരിൽ ഒരു വർഗീയ ശക്തികളായി ഒരു കൂട്ടർ ഉയർന്നു വരുന്നു. ഇത് കേരളത്തിന് അപകടമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്ത് എന്താ പറയുക? ഇപ്പം നിങ്ങൾ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി CPMൻ്റെ നേതാക്കളെ കാണാൻ വന്നു. ഇതാണ് ഇവിടെ ഉന്നയിക്കുന്ന വാദം. സത്യം എന്താണ്? 1992 ബാബറി മസ്ജിദ് പൊളിക്കപ്പെട്ടത്, തകർത്തതാണ്. കോൺഗ്രസ് എന്ത് ചെയ്തു? മൗനമായിരുന്നു. 96 തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസ്താവന വായിച്ചു നോക്കണം, അത് പബ്ലിക്കിൽ ലഭ്യമാണ്. അവരെന്താ പറഞ്ഞത്? കോൺഗ്രസ് പാഠം പഠിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഭാവിയിൽ പോലും തിരുത്താൻ തയ്യാറല്ല, ഞങ്ങൾ എന്തു ചെയ്യും? ഗതികേട് കൊണ്ട് 96 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അല്ലാത്ത, ആ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അല്ലാത്തൊരു കൂട്ടരെ ഞങ്ങൾ വോട്ട് ചെയ്യുന്നു. അതിൻ്റെ കേരളത്തിലെ ആദ്യത്തെ അനുഭവമാണ് നമ്മുടെ ഒറ്റപ്പാലം ലോകസഭാ തെരഞ്ഞെടുപ്പ്. 1.25 ലക്ഷം വോട്ടിന് ശിവരാമൻ ജയിക്കുന്ന തെരഞ്ഞെടുപ്പ്. ഞങ്ങൾ ആഗ്രഹിച്ചിട്ടല്ല,
അന്ന് കോൺഗ്രസ് ബാബർ മസ്ജിദ് തകർത്തപ്പോൾ അതിന് കൂട്ടുന്നതിനോടുള്ള പ്രതികാരമുണ്ടായി. ഞങ്ങളതിന് ഗുണഭോക്താക്കളായി. പക്ഷെ ഞങ്ങളത് ആസ്വദിച്ചില്ല. ഞങ്ങളത് അതിങ്ങ് പോരട്ടെ, എന്നാൽ ലീഗ് കൂടെ പോരട്ടെ ഞങ്ങൾ കരുതിയോ? മുസ്ലിം ലീഗ് കൂടെ പോരട്ടെ ഞങ്ങൾ വിചാരിച്ചില്ല. ഇപ്പോഴും ലീഗ് വേണ്ട, അധികാരത്തിൻ്റെ അപ്പകഷ്ണത്തിന് വേണ്ടി ലീഗ് വേണ്ട, മുസ്ലിം ലീഗ് വേണ്ട, ചാടിയ ഓടി വരും ലീഗ്. ഞങ്ങൾ വിളിക്കാത്തതിന് കാരണം എന്താണ്? നമ്മുടെ കേരളത്തിനകത്ത് ഇടതുപക്ഷത്തോടൊപ്പം അങ്ങനൊരു മതാധിഷ്ഠിത രാഷ്ട്രീയ പാർട്ടി വന്നാൽ അതിൻ്റെ ഭാഗമായി BJP ആണ് ശക്തിപ്പെടുക. അത് നേരിടാനുള്ള ഞങ്ങളുടെ പ്രവർത്തനം, പ്രതിബദ്ധത. ഇവിടെ ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞത് NDA മുന്നണി ദുർബലമായെന്നാണ്. BJPയുടെ കൂടെ ഉണ്ടായിരുന്ന NDA മുന്നിലെ CK ജാനു പോയി, BDJS പകുതിയായി. അതോടുകൂടി അത് ഉപ്പ് വെച്ച കലം പോലെയായി, മുന്നണി തകർന്നു. ഇനി UDFൻ്റെ അവസ്ഥ എന്താണ്? UDFൻ്റെ അവസ്ഥ ഉത്തര കേരളത്തിൽ തല ലീഗാണ്, കോൺഗ്രസ് വാലാണ്. ദക്ഷിണ കേരളത്തിൽ വരുമ്പോഴോ തല കോൺഗ്രസ്സാണ്, വാലായ ലീഗുണ്ടോ? ഇല്ല. കോട്ടയം ജില്ലയിൽ ലീഗിന് സീറ്റുണ്ട്, പക്ഷെ സ്ഥാനാർത്ഥിയില്ല. വാലാണ് ലീഗ്, പക്ഷേ സ്ഥാനാർത്ഥിയില്ല. അപ്പോൾ അതിനർത്ഥം എന്താണ്? UDF തകർന്നു. കേരള കോൺഗ്രസ് LDFിൽ വന്നതോടുകൂടി മധ്യ തിരുവിതാംകൂറിൽ മാത്രമല്ല, മുന്നണിയുടെ ബലാബലത്തിൽ ഇടതുപക്ഷം ഒന്നാം സ്ഥാനത്തായി. അത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂട്ട് കാണാം. ഈ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ആവർത്തനം 101 ആവർത്തിച്ചു എന്ന് പറഞ്ഞ പോലെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് അനുകൂലമാകും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. BJP ശക്തിപ്പെടാതിരിക്കാനാണ് ആ നില ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ CPM കൈക്കൊള്ളുന്നത്. അല്ല, ജമാഅത്തെ ഇസ്ലാമിയുമായി 1970 മുതൽ എല്ലാ കൊല്ലവും എല്ലാ തിരഞ്ഞെടുപ്പിലും സഖ്യം കൂടിക്കൊണ്ടിരുന്ന CPM ആണെന്ന് ജമാഅത്തെ ഇസ്ലാമി തള്ളി പറയുന്നത്. ഞങ്ങൾ വെൽഫെയർ പാർട്ടിയുമായി എന്തോ ധാരണ ഉണ്ടാക്കി എന്നൊക്കെ നിലയ്ക്ക് CPM ഇവിടെ പറയുമ്പോൾ, നിങ്ങൾ തന്നെ 1996 ദേശാഭിമാനി എഴുതിയ മുഖപ്രസംഗത്തെ പറ്റിയൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. മുഖപ്രസംഗമൊക്കെ ഇന്ന് വളരെ അവൈലബിളുമാണ്. എന്താ നിങ്ങൾ പറഞ്ഞ്, ജമാഅത്തെ ഇസ്ലാമിയുടെ തീരുമാനങ്ങൾ അത് ജനാധിപത്യ ഇന്ത്യയെയും മതേതര ശക്തികളെയും ശക്തിപ്പെടുത്തുമെന്നും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത് ജനാധിപത്യ ഇന്ത്യയും മതേതര ശക്തികളെയും ശക്തിപ്പെടുത്തുമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ എല്ലാ കൊല്ലവും എല്ലാ തെരഞ്ഞെടുപ്പിലും താലോലിച്ചു കൊണ്ടിരുന്ന നിങ്ങൾ ഇപ്പോൾ എന്തിനാണ് മാറ്റി പറയുന്നതെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം. പിന്നെ നിങ്ങൾ മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞു. എന്തിനാണ് നിങ്ങളിങ്ങനെ കള്ളം പറയുന്നത്? ഞാൻ മാധുവിൻ്റെ ഫോണിലേക്ക് 2 കൊല്ലം മുമ്പ് സംസ്ഥാന CPM സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞ പ്രസ്താവന അയച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത്? മുസ്ലിം ലീഗ് ഒരു കറ തീർന്ന മതേതര പാർട്ടിയാണ്. MV ഗോവിന്ദൻ പറഞ്ഞതാണ്. മുസ്ലിം ലീഗ് ഒരിക്കൽ CPMുമായി സന്ധി ചേർന്നവരാണ്. ഞങ്ങൾക്ക് ആരോടും യാതൊരു വിധത്തിലുള്ള ശത്രുതയുമില്ല. മുസ്ലിം ലീഗിനെ പിടിക്കാൻ വേണ്ടി എല്ലാ ദിവസവും മുസ്ലിം ലീഗിനെ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരുന്ന് മുസ്ലിം ലീഗിൻ്റെ ആലയിൽ പോയി അവരോട് എല്ലാ ദിവസവും വരുമോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന CPM വരില്ല എന്ന് പൂർണ്ണ ബോധ്യമായപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മതേതര പാർട്ടിയെ ഇന്ന് ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത. ഇനി അതുമാത്രമല്ല, മുസ്ലിം ലീഗിന് വർഗീയത പോരാ എന്ന് പറഞ്ഞാണ് INL എന്ന് പറയുന്ന കക്ഷി രൂപീകരിച്ചത്. ആ INL ഇന്ന് ആരുടെ ഘടകകക്ഷിയാണ്? LDFിൻ്റെ ഘടകകക്ഷിയാണ്. അപ്പോൾ INLിനെ കക്ഷത്ത് വെച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ നിങ്ങൾ വർഗീയ പാർട്ടി എന്ന് വിളിക്കുന്നത്. ഞങ്ങൾക്ക് ഒരൊറ്റ നിലപാടേ ആ കാര്യത്തിലുള്ളൂ. മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയാണ്, അതിനകത്ത് ഒരു സംശയവും വേണ്ട. അവർ മതേതര നിലപാടുകളാണ് എല്ലാ ഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങളിപ്പോൾ എന്തോ ഒരു ജമാഅത്തെ ഇസ്ലാമിയും വർഗീയ കക്ഷികൾ എന്നൊക്കെ പറഞ്ഞാലും കേരളം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ശ്രീ ജേക്കബ് ജോർജ് ഇവിടെ പറയുന്നത് പോലെ അല്ല. കാരണം കേരളത്തിൽ അമ്പലക്കൊള്ള എന്നത് ഒരു ചർച്ചാ വിഷയമാണ്. ഈ നാട്ടിലെ സാധാരണക്കാരൻ, അത് ഏതൊരു വിശ്വാസിയാണെങ്കിലും, അത് ഹൈന്ദവനോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഒക്കെ ആയിക്കൊള്ളട്ടെ, ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കട്ടവരെന്ന് പറഞ്ഞാൽ അവർ അമ്പലക്കള്ളന്മാരാണ്, ആ അമ്പലം വിഴുങ്ങികളാണ്. ആ അമ്പലം വിഴുങ്ങികളായ 2 CPMകാർ ഇപ്പോഴും ജയിലിലാണ്. ആ 2 CPMകാരെ ഇതേവരെ CPM പുറത്താക്കിയിട്ടില്ല എന്നത് മാത്രമല്ല, ഇതേവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുത കേരളത്തിന് മുഴുവൻ തിരിച്ചറിയുന്നതാണ്. എന്ന് പറഞ്ഞാൽ ആ അമ്പലക്കൊള്ളയുടെ പങ്ക് പറ്റിയത് കൊണ്ടാണ് CPM ഇതേവരെ അവരെ തള്ളിപ്പറയാത്തത് എന്നുള്ളത് കേരളം കൃത്യമായി ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ കൃത്യമായ വോട്ട് ഈ സർക്കാരിനെതിരായിട്ട് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിപ്പോൾ ഏത് ഘട്ടത്തിലും, അതിപ്പോൾ പത്തനംതിട്ട ജില്ലയിലായിക്കൊള്ളട്ടെ, പത്തനംതിട്ട ജില്ലയിൽ ഒരു സംശയവും വേണ്ട. പത്തനംതിട്ട ജില്ലയിൽ ഏത് കണക്ക് വെച്ചെടുത്താലും അത് 53 പഞ്ചായത്തുകളിലും 8 ബ്ലോക്ക് പഞ്ചായത്തിലും 4 മുനിസിപ്പാലിറ്റിയിലും 17 ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ഉൾപ്പെടുന്ന ആ ജില്ലാ പഞ്ചായത്തിലും പത്തനംതിട്ട ജില്ലയിൽ വലിയ മുന്നേറ്റം, അത് ഒരു സ്വീപ്പിംഗ് വിക്ടറി പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു സംശയവും വേണ്ട. കാരണം പത്തനംതിട്ട ജില്ലയാണ് ഈ അമ്പലക്കൊള്ളയ്ക്ക് ഏറ്റവും കൂടുതൽ സാക്ഷ്യം വഹിച്ചത്. കാരണം ഈ പത്മകുമാർ പത്തനംതിട്ട ജില്ലക്കാരനാണ്. അയാൾ ആ കോന്നിയുടെ MLA ആയിരുന്നു, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിരുന്നു. ആ പത്മകുമാറിനെ പോലുള്ള ഒരു കള്ളൻ ഇപ്പോഴും ജയിലിലായിരുന്നിട്ട് ഇപ്പോഴും തള്ളി പറഞ്ഞിട്ടില്ല എന്നത് മാത്രമല്ല, CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗത്തിൽ നിന്നൊന്നും മാറ്റിയിട്ട് പോലുമില്ല എന്ന് പറയുമ്പോൾ CPM ഈ വിഷയത്തിലെടുക്കുന്ന നിലപാട് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇന്നലെയാണ് കോടതി പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ ഈ
കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ വോട്ടായി വീഴുമെന്ന് വിചാരിക്കുന്നുണ്ട്? ഇപ്പോൾ CPM പരമ്പരാഗതമായി തന്നെ കേരളത്തിലൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ CPM അനുകൂലമാണ്. കഴിഞ്ഞ തവണ അത് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഈ മണലടക്കം കൊണ്ടുപോകുന്ന തരത്തിൽ ഒരു വലിയ വിജയം തന്നെ അവർക്ക് നേടാനും കഴിഞ്ഞു. ഒരുപക്ഷെ എന്തിന് കൊച്ചിയിലടക്കം, നിങ്ങളുടെ കൈവെള്ളയിലിരുന്ന കൊച്ചി അടക്കം LDF കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെ മാറ്റി എഴുതും. നിയമസഭാ തെരഞ്ഞെടുപ്പല്ല, തദ്ദേശത്തിലടക്കം ആ മാറ്റം ഉണ്ടാകുമെന്നാണ്. ഇനി ഡീലിമിറ്റേഷൻ കൊണ്ടാണെന്ന് 13 പറയരുത്. ഞങ്ങൾ ഒരു 13 ഒന്നും പറയാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് വളരെ ഉറച്ച വിശ്വാസമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം, അത് വലിയ വിക്ടറി ഞങ്ങൾക്കുണ്ടാകുമെന്നുള്ള പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കുണ്ട്. പിന്നെ CPM-ന്റെ വോട്ട് ബേസ് എന്നൊക്കെ പറഞ്ഞാൽ തകർന്നുപോയി. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അത് പ്രത്യേകിച്ച് നിങ്ങൾ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും എടുക്കണം. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലമാണ്. അതുകൊണ്ടാണല്ലോ CPM സ്വന്തം വോട്ട് ബേസ് തകർന്ന് തരിപ്പണമായെന്ന് മനസ്സിലായപ്പോഴാണ് ഇപ്പോൾ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുമായി CPM ഇറങ്ങിയത്. അതുകൊണ്ടാണ് മലപ്പുറം ജില്ലയിലെ വേർതിരിച്ച് കാണിച്ച് ആ മുസ്ലിം വിഭാഗങ്ങളെ മുഴുവൻ തീവ്രവാദികളാക്കി ചിത്രീകരിക്കാൻ ഈ മുഖ്യമന്ത്രി അടക്കമുള്ള ഈ നേതാക്കന്മാരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. പിന്നെ കാസ ഒരു തീവ്രവാദ സംഘടനയാണെങ്കിൽ അതിന് വെള്ളവും വളവും കൊടുക്കുന്നത് CPM കൂടിയാണ്. CPM ആണ് ഈ BJPയെ ഇതുപോലെ സഹായിച്ച് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് മുനമ്പത്തായിക്കൊള്ളട്ടെ, അത് തൃശ്ശൂർ പൂരം കലക്കിയതായിക്കൊള്ളട്ടെ, ഈ BJPക്ക് വളരാനുള്ള എല്ലാ പ്രോട്ടീനും കൊടുക്കുന്നത് AKG സെന്ററിന്റെ ഫാക്ടറിയിൽ നിന്നാണ് എന്നുള്ളത് കേരളം മുഴുവൻ തിരിച്ചറിഞ്ഞ കാര്യമാണ്. അതിന്റെ പ്രത്യുപകാരമാണ് ഇതേവരെ ഞാൻ ആദ്യം പറഞ്ഞ അഴിമതി കേസുകളിൽ ഈ ഇന്ത്യ രാജ്യത്തെ ഒരേ ഒരു നേതാവിനെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്യാത്തതുള്ളൂ. ആ നേതാവിന്റെ പേര് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പേര് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇതേവരെ ചോദ്യം ചെയ്യാത്തത്, ഇതേവരെ നടപടിയെടുക്കാത്തത്. അദ്ദേഹത്തെ ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തി, ബ്ലാക്ക് മെയിൽ ചെയ്ത് നിർത്തി ഈ BJPക്ക് വേണ്ട രാഷ്ട്രീയ അടിത്തറ ഇവിടെ ഉണ്ടാക്കാൻ, സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ CPM-ന്റെ സർക്കാർ ഇവിടെ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് CPI-കാരൻ SFI-കാരനോട് പറഞ്ഞത് സമരം ചെയ്യുമ്പോൾ മുണ്ടു പൊക്കുമ്പോൾ സൂക്ഷിക്കണം, കാരണം അടിയിലുള്ള കാവി കളസം ജനം കാണുമെന്ന് LDF-ലെ ഒരു ഘടകകക്ഷി തന്നെ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അപ്പൊ ഇത്രയും ഉണ്ടായിട്ട് ഇതൊന്നും ആരും തിരിച്ചറിയില്ല എന്നോർത്താണോ നിങ്ങൾ ഇരിക്കുന്നത്? പിന്നെ BJP തിരിച്ചു അങ്ങനെ തന്നെയാണല്ലോ. ഈ ശബരിമല കൊള്ളയിൽ ഈ BJP എന്ത് നിലപാടെടുത്തേ? സമരം ചെയ്തത് ഞങ്ങളാണ്, അല്ലെങ്കിൽ അയ്യപ്പ സംഗമം നടത്തി, പമ്പയിൽ ഞങ്ങൾ വലിയ സംഗമം നടത്തി, ഞങ്ങൾ ഈ കാര്യം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ BJPയുടെ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ ഇവിടെ വിശ്വാസികളുടെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ നിലപാട് സ്വീകരിക്കുന്നവരാണെങ്കിലോ ഈ തൃശ്ശൂർ പൂരം കലക്കിയിട്ട്, അതായത് മതേതര വിശ്വാസികളുടെ ഏറ്റവും വലിയ ഒരു മതേതര സംഘമായ തൃശ്ശൂർ പൂരം കലക്കിയിട്ട് ഒരൊറ്റ പ്രസ്താവന നടത്താൻ ഈ BJP-കാരന് സാധിച്ചിട്ടുണ്ടോ? അതിന്റെ കാരണം എന്താ? തൃശ്ശൂർ പൂരം കലങ്ങിയതല്ല എന്ന് VS സുനിൽകുമാർ പറഞ്ഞു. അത് കലക്കിയത് BJP-ക്ക് വേണ്ടിയാണ്. അത് കലക്കാൻ കൂട്ടുനിന്നത് ആഭ്യന്തര വകുപ്പാണ്, ADGP അജിത് കുമാർ ആണ് എന്നുള്ളത് ഇവർക്കറിയാം. അത്തരത്തിലുള്ള അന്തർധാര കൊണ്ട് മുന്നോട്ട് പോകുന്നതിനപ്പുറത്ത് വോട്ട് പേഴ്സൺ ില്ലെങ്കിൽ വലിയ വിമർശനം നിങ്ങൾക്ക് സംഘടനാ തലത്തിൽ തന്നെ നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. മാധു, ഈ ഒക്കച്ചങ്ങമാരായിട്ട് ഇന്ത്യ മുന്നണി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഇരുന്നിട്ട് അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ടും ചെയ്തിട്ട് ഞങ്ങളല്ല അവരാന്നൊക്കെ പറയുന്നതിന് എന്താത്തുള്ളൂ? അതൊക്കെ വെറുതെ ബാലിശമായിട്ടുള്ള വാദങ്ങളില്ല. നിങ്ങൾ നിങ്ങളുടെ മുന്നണിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കുക, അല്ല ഞങ്ങളുടെ മേലെ വെറുതെ കയറിട്ടുകാരില്ല. ഇവിടെ അഭിം പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാന്നൊക്കെ പറഞ്ഞു. ഒരു മര്യാദയൊക്കെ വേണ്ട പറയുമ്പോഴത്തേക്ക്. ഒരു മതത്തിന്റെ പേരിലുള്ള പാർട്ടി ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ തന്നെ, ഈ നവംബർ മാസത്തിൽ തന്നെ KM ഷാജി ലീഗിന്റെ നേതാവ് എന്താ പറഞ്ഞത്? UDF ഭരണത്തിൽ വരിക എന്നുള്ളത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ടാണെന്ന്. ഇതാണ് മതേതര പാർട്ടി. ഈ ഇവരുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഒക്കെ ചങ്ങായിമാരായിട്ടുള്ള മുസ്ലിം ലീഗ് പറയുന്ന ഒരു സമുദായത്തിന് വേണ്ടിയിട്ടാണ്, ഒരു മതത്തിന് വേണ്ടിയിട്ടാണ്, ഇവിടെ മതത്തിന് വേണ്ടിയിട്ടാണ് ഭരണത്തിൽ UDF വരേണ്ടതെന്ന്. അത് അദ്ദേഹം വീണ്ടും വിശദീകരിക്കുന്നുണ്ട് അങ്ങനെ തന്നെയാണെന്ന്. അതിനകത്ത് ഒരു തിരുത്തിരുവരും വരുത്താതെ ഈ KM ഷാജി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് പറഞ്ഞത് മുസ്ലിം സമുദായത്തിന് വേണ്ടി തന്നെയാണ് UDF സർക്കാർ അധികാരത്തിൽ വരേണ്ടതെന്ന്. അത് വർഗീയതയല്ലാതെ മതേതരമാണോ? അപ്പൊ ഇങ്ങനെ ഈ വർഗീയ പാർട്ടിയിലൊക്കെ പഠിച്ചിട്ട് മതേതര പട്ടവും നിങ്ങൾ എന്റെ അഭിനയം നിങ്ങൾ ദയവ് ചെയ്ത് ചാർത്തി കൊടുക്കരുത്. ഇത് കേരളത്തിലെ ജനങ്ങൾക്കറിയാവുന്നേ. ഇമാതിരി മതത്തിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ട് വർഗീയത മാത്രം പറഞ്ഞിട്ട് ഇങ്ങനെ മതേതര കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടെ അനിൽകുമാർ പറഞ്ഞ ചുവപ്പ് ജിഹാദി ഭീകരത എന്നുള്ള വാക്ക് ഞങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി കാരണം എന്താ? ഇവിടെ 2010 ജോസഫ് മാഷിന്റെ കൈ വെട്ടിയപ്പോഴത്തേക്ക് ഇന്നത്തെ നിങ്ങളുടെ ദേശീയ ജനറൽ സെക്രട്ടറി, CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി എന്താ ആ അധ്യാപകനെ വിളിച്ചത്? അതായത് കേന്ദ്ര സർക്കാർ നിരോധിച്ച ഒരു തീവ്രവാദ സംഘടന കേരളത്തിലെ ഒരു അധ്യാപകന്റെ കൈ വെട്ടിക്കളഞ്ഞു. ആ വെട്ടിക്കളഞ്ഞ അധ്യാപകനെ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്താ വിളിച്ച? മഠയനെന്ന്. ആ വെട്ടിയ തീവ്രവാദ സംഘടനയല്ല, വെട്ടി മാറ്റപ്പെട്ട കൈയുള്ള അധ്യാപകനാണ് നിങ്ങൾ വിളിച്ച മഠയനെന്ന്. ഇനി അദ്ദേഹത്തിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ എപ്പോഴാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? ഈ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ രക്തസാക്ഷി അഭിമന്യുവിന്റെ ഓരോ രക്തസാക്ഷി ദിനത്തിനും ആ അഭിമന്യുവിന്റെ കൊലയാളികളുടെ പേര് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? വർഗീയത തൊലിയോട്ടെ, വർഗീയ കക്ഷികൾ കൊലപ്പെടുത്തിയ അഭിമന്യു എന്നല്ലാതെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയാൻ വേണ്ടിയുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ?